നമസ്കാരം. ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അപ്പോൾ ഈ പ്രവാസ ലോകത്ത് നിന്ന് UK നിന്ന് കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും ഞാനും കുടുംബവും ചെറിയൊരു മട്ടത്തിൽ സദ്യ ഒരുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷവും സദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ തലശ്ശേരിക്കാർക്ക് കണ്ണൂരുകാർക്ക് നോൺ വെജ് ഇല്ലാത്ത ഒരു ഐറ്റം ഇല്ല. അപ്പോൾ ഇത്തവണയും സദ്യയിൽ ചെറിയൊരു നോൺ വെജും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇതെന്താ ഇപ്പം പുലർച്ചെ UK ടൈം 4:16, നാട്ടിൽ 8:46. ഇന്നലെ രാത്രി ഏകദേശം ഒരു 9 മണിക്ക് ഇന്നത്തെ തിരുവോണത്തിൻ്റെ സദ്യയുടെ പ്രിപ്പറേഷൻസ് തുടങ്ങിയതാണ്. സമയം ഇത്രയായി, ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് കൂട്ടുകറിയും രസം വരെ എത്തിയിട്ടുണ്ട്. ഇനി ചോറ് കൂടി വെച്ചാൽ മതി. അപ്പോൾ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുണ്ട്. ആ സെറ്റായ സാധനങ്ങളുടെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ UK ഒത്തിരി ഫ്രോസൺ സാധനങ്ങൾ കിട്ടാനുണ്ട്, സദ്യ കിട്ടാനുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കൈകൊണ്ട് ഉണ്ടാക്കി തന്നെ വേണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത് തന്നെ ഉണ്ടാക്കിയത്. ഇപ്പോൾ സാധനങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. സദ്യ വിളമ്പാം. അപ്പോൾ ഇല വെച്ച് സദ്യ വിളമ്പുകയാണ്. അപ്പോൾ സദ്യ വിളമ്പുന്നതിൻ്റെ യഥാർത്ഥ രീതിയിലൊന്നുമല്ല ഈ സാധനങ്ങൾ ഐറ്റംസ് ഇലയിലേക്ക് പോകുന്നത്. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായിട്ടാണ് സാധനങ്ങൾ പോകുന്നത്. എന്താ വെച്ചാൽ നമ്മൾ പണ്ട് ഞാൻ കാറ്ററിങ്ങിന് പോകുമ്പോഴാണ് ഇങ്ങനെ ഓരോ ഐറ്റംസും പോകുന്നതിൻ്റെ ഒരു പിന്നെ രീതിയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം മറന്നുപോയി. അപ്പോൾ നമ്മളുണ്ടാക്കിയ എല്ലാ ഐറ്റംസും ഇങ്ങനെ 1 by 1 ആയിട്ട് ഇലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയത് വൈഫിന് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാനുള്ളത്. ഉറക്കമൊഴിച്ച് ഇത്രയും മെനക്കെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് വൈഫിന് തന്നെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി ഇലയിൽ വെച്ച് സദ്യക്ക് വേണ്ടി റെഡിയാണ്. നമ്മൾ ചിക്കനും ഞാൻ അയക്കൂറൊക്കെ ഉദ്ദേശിച്ചു, പക്ഷേ നല്ല അയക്കൂറ കിട്ടിയില്ല. 2 തരം പായസം, ചിക്കനും പിന്നെ നല്ല ടൈഗർ പ്രോൺസും. അപ്പോൾ നമ്മളെ സദ്യ തുടങ്ങുവാണ്. ഐറ്റംസ് ഒക്കെ വിളമ്പി തുടങ്ങി. ചോറ് വിളമ്പിയിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി വിളമ്പാനുണ്ട്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തലശ്ശേരിക്കാർക്ക് നോൺ വെജ് ഇല്ലാതെ എന്താ ആഘോഷം. അപ്പം ഞാൻ ടൈഗർ പ്രോൺസ് ആണ് പിന്നെ മേടിച്ച് നല്ല മാങ്ങ ഒക്കെ ഇട്ട് നല്ല കറി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അപ്പം നോൺ വെജ് ഇല്ലാണ്ട് നമുക്കൊരു സദ്യയില്ല, അതുകൊണ്ടാണ് അതും കൂടി ഉൾപ്പെടുത്തിയത്. സാമ്പാറും പരിപ്പ് കറിയും പിന്നെ നല്ല ടൈഗർ പ്രോൺസിൻ്റെ കറിയൊക്കെ ആയിട്ട് ഒരു 10-25 ഐറ്റംസ് ഉള്ള ഒരു സദ്യ നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ഒരുക്കിയതിൻ്റെ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഓണസദ്യ സെറ്റായിട്ടുണ്ട്, കഴിക്കാൻ തുടങ്ങുവാണ്. എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടീംസൊക്കെ റെഡിയാണ്. ഓക്കെ. അപ്പോൾ ഈ വർഷത്തെ 2026 ഓണവും സദ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.